ആഫ്രിക്കയുടെ വടക്കുകിഴക്ക് നൈൽ നദിയുടെ ഇരു തീരങ്ങളിലുമായിട്ട് സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഈജിപ്റ്റ്. ദൈവം അവർക്ക് ജലം തരുന്ന പാതയായിട്ടാണ് പരമ്പരാഗതമായിട്ട് ഈജിപ്തിനെ ആൾക്കാർ കരുതി പോന്നിരുന്നത്. പല സ്ഥലങ്ങളിലായിട്ട് അലഞ്ഞു തിരിഞ്ഞു നടന്നിരുന്ന ആദിമ മനുഷ്യർ പിന്നീട് നദീതീരങ്ങളിൽ താമസിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ജലത്തിൻ്റെ ലഭ്യത അവർക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകി. അതോടൊപ്പം തന്നെ ഈജിപ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിലെ മഴയുടെ കുറവ് നൈൽ നദി ഒരു പരിധി വരെ നികത്തിയെന്ന് പറയാം. അതുകൂടാതെ നൈൽ നദിയുടെ തീരത്ത് കാണുന്ന പ്രത്യേകതരം മണ്ണുകളുടെയും കല്ലുകളുടെയും ആ ഒരു ലഭ്യത അവർക്ക് പല രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈജിപ്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് മിത്തുകളുടെയും ഒരുപാട് അന്ധവിശ്വാസങ്ങളുടെയും ഒരുപാട് അത്ഭുതങ്ങളുടെയും കഥകൾ പറയാനുണ്ടാവും. നമ്മൾ അതിലേക്കൊന്നും പോകാതെ ആർട്ട് എന്ന പെർസ്പെക്റ്റീവിലാണ് ഈജിപ്തിനെ നോക്കിക്കാണാനായിട്ട് പോകുന്നത്. ഇന്ന് നമുക്കൊരു യാത്ര പോകാം ടു ദ ഏൻഷ്യന്റ് ഈജിപ്റ്റ്. ആർട്ടിൻ്റെ ചരിത്രം തേടി നമുക്കൊരു യാത്ര പോകാം. ഈജിപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് പിരമിഡ് ആയിരിക്കും. അതിപുരാതന കാലം മുതലേ ഈജിപ്തുകാർ കടുത്ത ദൈവവിശ്വാസികളായിരുന്നു. ലൈഫ് ആഫ്റ്റർ ഡെത്ത്, മരണാനന്തര ജീവിതത്തിൽ ഇവർ ശക്തമായി വിശ്വസിച്ചിരുന്നു. മരണത്തിന് ശേഷം അവരുടെ ആത്മാക്കൾ അദൃശ്യമായി ജീവിക്കുമെന്നും വീണ്ടും പുനർജനിക്കുമെന്നും എന്നൊക്കെ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ശവകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നു. പിരമിഡുകളുടെ രൂപത്തിലായിരുന്നു ശവകുടീരങ്ങൾ നിർമ്മിച്ചിരുന്നത്. ഏൻഷ്യന്റ് ഈജിപ്തിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് വിവരങ്ങൾ, അതായത് ആർട്ട് വർക്കുകളാണെങ്കിലും അതിൻ്റെ ഒരുപാട് ഇൻഫർമേഷൻസ് ആണെങ്കിലും അത് മിക്കതും കൂടുതലും നമുക്ക് പിരമിഡ്സിൻ്റെ അകത്തു നിന്നാണ് കിട്ടിയിട്ടുള്ളത്. ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ്. ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഈജിപ്തിൽ നിലനിന്നിരുന്ന ഒരു ഫോർമൽ ആയിട്ടുള്ള റൈറ്റിംഗ് സിസ്റ്റമാണ്. നമ്മുടെ ഇന്നത്തെ മലയാളം ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന പോലെ അവരുടേതായ ഒരു റൈറ്റിംഗ് സിസ്റ്റം ആയിരുന്നു ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്. പക്ഷെ അതിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ടായിരുന്നു. ഇമേജസ് ഉപയോഗിച്ചിട്ട് ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു തന്ത്രമായിരുന്നു ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം. തുടക്കത്തിൽ 1000-ഓളം ഹൈറോഗ്ലിഫിക്സ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. അത് കൂടുതലും കല്ലിലും വുഡിലും അതുപോലെ തന്നെ പാപ്പിറസിലുമാണ് എഴുതിയിരുന്നത്. പാപ്പിറസ് എന്ന് പറയുന്നത് പ്രത്യേകതരം ചെടിയുടെ തണ്ടിൽ നിന്ന് എടുക്കുന്ന ഒരു ഷീറ്റ് പോലെ, പേപ്പർ പോലെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. ഈജിപ്തിലെ രാജാക്കന്മാരെ ഫറവോ എന്നാണ് പറയുന്നത്. 3 കിങ്ഡം ആക്കിയിട്ട് നമുക്കതിനെ തിരിക്കാം: ഓൾഡ്, മിഡിൽ ആൻഡ് ന്യൂ കിങ്ഡം. അതിൽ ഫസ്റ്റ് ഫറവോനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിയത് പാലറ്റ് ഓഫ് നർമർ എന്ന് പറയുന്ന ഒരു ആർട്ട് വർക്കിൽ നിന്നുമാണ്. ഇത് ഓൾഡ് കിങ്ഡം പീരീഡിൽ നിന്ന് കിട്ടിയ ഒരു ആർട്ട് വർക്കാണ്. സ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ആർട്ട് വർക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈജിപ്തിലെ ഫസ്റ്റ് ഫറവോയ നർമറിനെ കുറിച്ചും അതുപോലെ തന്നെ ഈജിപ്തിൻ്റെ യൂണിഫിക്കേഷനെ കുറിച്ചുമുള്ളൊരു സിമ്പിളായിട്ട് ഈ ഒരു പാലറ്റ് ഓഫ് നർമർ എന്നുള്ള ആർട്ട് വർക്ക് കരുതി പോന്നിരുന്നു. ഏകദേശം 2 ഫീറ്റ് ഹൈറ്റുള്ള, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലേറ്റിൽ നിന്നും ഉണ്ടാക്കിയ ഒരു ആർട്ട് വർക്കാണിത്. ഇത് കൂടുതലും സുഗന്ധദ്രവ്യങ്ങൾ, കോസ്മെറ്റിക്സ് ഗ്രൈൻഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലും ടെമ്പിൾസിൽ, ഈജിപ്തിലുണ്ടായിരുന്ന ടെമ്പിൾസിൽ യൂസ് ചെയ്തിരുന്നതാണെന്ന് കരുതി പോന്നിരുന്നു. ഈ പാലറ്റ് ഓഫ് നർമർ എന്ന് പറയുന്ന ആർട്ട് വർക്കിന് 2 സൈഡ്സ് ഉണ്ട്. ആ 2 സൈഡും നമ്മൾ സൂക്ഷ്മമായിട്ട് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും പാലറ്റ് ഓഫ് നർമറിൻ്റെ ഒരു സൈഡ്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈജിപ്തിൽ കിങ്ങിനെ വളരെ ബിഗ്ഗായിട്ടാണ് അവർ എപ്പോഴും വരച്ചിട്ടുള്ളത്. അതിൽ ബിഗ്ഗായിട്ട് വരച്ച ആ ഒരു രൂപം വൈറ്റ് ക്രൗണും കൂടി അണിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഈജിപ്തിലെ കിങ് ആണെന്നുള്ള ഐഡൻറ്റിഫിക്കേഷനാണ് കൊടുക്കുന്നത്. ഈ ഒരു പോസിനെ സ്മിറ്റിംഗ് പോസ് എന്നാണ് പറയുന്നത്. ഇത് ഈജിപ്ഷ്യൻ ആർട്ടിൽ വളരെ കോമൺ ആയിട്ടുള്ളൊരു പോസാണ്. ഈ പോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ട് എതിരാളിയുടെ തലയ്ക്ക് അടിക്കാൻ പോകുന്ന ഒരു സീനാണ്. ഈ ടൂളിനെ മെയ്സ് എന്നാണ് പറയുന്നത്. കല്ലിൽ ഒരു സ്റ്റിക്ക് കണക്ട് ചെയ്തുണ്ടാക്കിയ ഒരു ടൂളാണ്. അപ്പോൾ ഒരു രാജാവ് അദ്ദേഹത്തിൻ്റെ എനിമിയുടെ തലയ്ക്ക് അടിക്കുന്ന പോലെ, ആക്രമിക്കുന്ന പോലെ ഒരു രൂപമാണ് നമുക്ക് ആദ്യമായിട്ട് കാണാനായിട്ട് സാധിക്കുക. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും കൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇൻഫർമേഷൻസ് ഡീകോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബേഡിനെ കാണാം. ബേഡ് ഇരിക്കുന്നത് ഒരു പ്രത്യേകതരം പ്ലാന്റിൻ്റെ മുകളിലാണ്. ആ പ്ലാന്റ് എന്ന് പറയുന്നത് ഈജിപ്തിൻ്റെ നോർത്ത് സൈഡിൽ കാണപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ എനിമി, ഈ ഡിഫീറ്റ് ചെയ്യപ്പെടുന്ന എനിമി വന്നത് ഈജിപ്തിൻ്റെ നോർത്ത് സൈഡിൽ നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുകൂടാതെ എനിമിയുടെ നോസിൽ ഒരു റിങ് ഇട്ടിട്ടുണ്ട്. ആ റിങ് ഒരു സ്ട്രിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അത് ഹോൾഡ് ചെയ്യുന്ന ഈ ഒരു ബേഡാണ്. ആക്ച്വലി ഈ ഒരു ബേഡ് ഫാൽക്കൺ ബേഡാണ്. ഫാൽക്കൺ ബേഡ് എന്ന് പറയുന്നത് ഫറവോൻ്റെ സിമ്പിളായിട്ട് കണക്കാക്കപ്പെടുന്നു. ഈജിപ്തിൽ ഹോറസ് എന്ന് വിളിക്കപ്പെടുന്ന ഫാൽക്കൺ ഹെഡഡ് ആയിട്ടുള്ള ഒരു ഗോഡിനെ ആരാധിച്ചു പോന്നിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ കിങ് ഈ ഒരു ഗോഡിൻ്റെ ഭൂമിയിലുള്ള അവതാരമായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഈജിപ്ഷ്യൻ ആർട്ടിൽ സിംബോളിസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നത്. അതായത് ഒരു കിങ് എനിമിനെ ആക്രമിക്കുകയാണ്.
ആ സീൻ അവിടെ ഉണ്ട്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഡീകോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ആ ഒരു ഫാൽക്കൺ ബേർഡ് തന്നെ, ആ ഒരു ബേർഡ് ഈജിപ്തിലുള്ള ഗോഡായിട്ടുള്ള ഹോറസുമായിട്ട് കണക്ട് ചെയ്ത് ആ ഒരു കിങ്ങിനെ ഹോറസ് എന്നുള്ള ഗോഡിൻ്റെ ഭൂമിയിലുള്ള അവതാരമായിട്ട് ലിങ്ക് ചെയ്യിപ്പിക്കുകയാണ് ഈ ഒരു ആർട്ട് വർക്കിലൂടെ ചെയ്യുന്നത്. സോ ഇത്തരത്തിലുള്ള സിമ്പിൾസും അതിൻ്റെ മീനിങ്സ് ഒക്കെ വെച്ചിട്ട് വേണം ഈജിപ്തിലുള്ള ആർട്ടിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഇത് കൂടാതെ അതിൻ്റെ ബാക്കിൽ ഒരാളെ കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട്. ഇത് ആക്ച്വലി സാൻഡൽസ് ആണ്, ചെരുപ്പുകളാണ്. കിങ്ങിന് ചെരുപ്പ് എത്തിക്കുന്ന ഒരാളാണിത്. അതായത് ഈജിപ്തിൽ കിങ് കഴിഞ്ഞാൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള ആളായിട്ടാണ് സാൻഡൽ ബെയററിനെ കണക്കാക്കുന്നത്. ഈ ഒരു ആർട്ട് വർക്കിന്റെ പേര് പാലറ്റ് ഓഫ് നർമർ എന്നാണെന്ന് പറഞ്ഞല്ലോ. അതായത് നർമറിന്റെ പാലറ്റ്. ഈ ഒരു പാലറ്റിന്റെ ടോപ്പിലായിട്ട് ഒരു ഫിഷിനെയും ഒരു ചിസലിനെയും കാണാനായിട്ട് സാധിക്കും. ഫിഷിനെ ഈജിപ്തിൽ NR നർ എന്നാണ് പറയുക, ചിസലിനെ MR എന്നാണ് പറയുക. അപ്പോൾ രണ്ടും കൂടി കൂട്ടി നർമർ. അതായത് ആ കിങ്ങിന്റെ പേര് നർമർ എന്നാണെന്ന് അങ്ങനെയാണ് ചരിത്രകാരന്മാർ കണ്ടുപിടിക്കുന്നത്. ഇനി പാലറ്റിൻ്റെ മറ്റേ സൈഡ് നോക്കാം. പാലറ്റിൻ്റെ അടുത്ത സൈഡ് വിക്ടറീനെ സൂചിപ്പിക്കുകയാണ്, വിജയത്തിനെ സൂചിപ്പിക്കുകയാണ്. അതിൽ നമ്മുടെ കിങ് ആയിട്ടുള്ള നർമർ ഒരു റെഡ് ക്രൗൺ വെയർ ചെയ്തിട്ടുണ്ട്. സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നമ്മുടെ എനിമീസിനെ തോൽപ്പിച്ചിട്ട് ഈജിപ്തിനെ യൂണിഫൈ ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റിനെയാണ്. അങ്ങനെ എനിമീസിനെ കീഴടക്കിയ രാജാവിനെ അതിൽ അവർ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ജയൻ്റ് ആയിട്ടുള്ള അനിമൽസിനെ, താഴെ 2 അനിമൽസിനെ കാണിക്കുന്നുണ്ട്. കടുവയോ പുലിയോ ആയിരിക്കാം, പക്ഷെ അതിന് ഭയങ്കര ലോങ് ആയിട്ടൊരു നെക്ക് ഉണ്ട്. ആ നെക്കുകൾ തമ്മിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്ന അവസ്ഥയിലാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്ത് കിടന്നിരുന്ന ഈജിപ്തിൻ്റെ ഭൂപ്രദേശത്തിനെ ഒരുമിച്ചാക്കി യൂണിഫൈ ചെയ്തു എന്നുള്ളൊരു കൺസെപ്റ്റിനെയാണ്. അതായത് കടുവയോ പുലിയോ പോലുള്ള മൃഗം, പക്ഷെ അതിൻ്റെ കഴുത്തിന് നല്ല നീളമുണ്ട്. രണ്ടിൻ്റെ കഴുത്ത് തമ്മിൽ കൂട്ടിക്കെട്ടിരിക്കുകയാണ്. പല ഭൂപ്രദേശങ്ങളെ ഒരുമിച്ച് ആക്കിയ ഒരു കിങ് എന്നുള്ള കൺസെപ്റ്റാണ് ഈ ഒരു കഥയിലൂടെ, ഈ ഒരു ആർട്ട് വർക്കിലൂടെ അവർ നമുക്ക് പറഞ്ഞു തരുന്നത്. തീർന്നിട്ടില്ല, ഇനിയും ഒരുപാട് സിമ്പിൾസ് അതിൻ്റെ അകത്തുണ്ട്. അതിൻ്റെ താഴെയായിട്ട് മതിൽ തകർക്കുന്ന ഒരു കാളയെ കാണാനായിട്ട് സാധിക്കും. അതിർത്തികൾ തകർത്ത് മുന്നേറുന്ന കിങ്ങിനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സിംബോളിസത്തിന് ഈജിപ്തിലെ ആർട്ടിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന്. അതായത് ഈജിപ്തിലെ ഓരോ കാര്യങ്ങളും നമുക്ക് റീഡ് ചെയ്തതിൽ നിന്ന് ഒരുപാട് ചരിത്രത്തെക്കുറിച്ച് ഒരുപാട് പഠിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ പാലറ്റ് ഓഫ് നർമർ എന്ന് പറയുന്ന ഒരേ ഒരു കാര്യം മാത്രമാണ് നമ്മൾ അനലൈസ് ചെയ്തിട്ടുള്ളൂ. ഇനി പെയിൻറ്റിങ്സ് അനലൈസ് ചെയ്യുകയാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ അക്ഷരങ്ങളും അനലൈസ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കിനി ഏൻഷ്യൻ്റ് ഈജിപ്തിലെ പെയിൻറ്റിങ്സ് അനലൈസ് ചെയ്ത് നോക്കാം. ഏൻഷ്യൻ്റ് ഈജിപ്തിൽ പൊതുവെ കാണപ്പെടുന്ന ഒരു കാര്യമാണ് ഹൈറാർക്കി ആൻഡ് സിംബോളിസം. ഹൈറാർക്കി എന്ന് പറയുന്നത് ആ കാലത്ത് രാജാവ്, ഫറോ ആയിരുന്നു ഏറ്റവും വലിയൊരാളായിട്ട് കണക്കാക്കപ്പെടുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ചിത്രങ്ങളിലാണെങ്കിൽ തന്നെ ഈ ഫറോസിനെ ഏറ്റവും വലിയ രൂപങ്ങളായിട്ട്, ജയൻ്റായിട്ട് അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്നു. സോ ഫറോസ് ആയിരുന്നു ലാർജസ്റ്റ് ഫിഗേഴ്സ് ഇൻ ആർട്ട് വർക്ക്സ്. അതുകൊണ്ട് തന്നെ അത് അവർ സിംബിളൈസ് ചെയ്യുന്നത് ആ ഫറോസിൻ്റെ ഡോമിനൻസ് ആൻഡ് പവറിനെ കുറിച്ചാണ്. അതുകൂടാതെ ബാക്കിയുള്ള ആൾക്കാരെ സ്മോൾ ആയിട്ടുള്ള ഫിഗേഴ്സ് ആയിട്ടാണ് അവർ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. പുറത്ത് പണിയെടുക്കുന്ന ബാക്കിയുള്ള ആൾക്കാരെ റെഡ് കളറിലും സ്ത്രീകളെയും അകത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ യെല്ലോ കളറിലുമാണ് പെയിൻറ്റിങ്സിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഈജിപ്ഷ്യൻ ആർട്ടിൽ ആൾക്കാരെ വരച്ചിരുന്നെങ്കിലും നമ്മൾ നോർമലി കാണപ്പെടുന്ന പോലെ അല്ല വരച്ചിരുന്നത്. കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു. മിക്സ്ഡ് പേഴ്സ്പെക്റ്റീവ് എന്ന് പറയും. അതായത് ഇപ്പോൾ എൻ്റെ തല നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് കാണുന്നത്, അതുകൊണ്ട് തന്നെ കഴുത്ത് സ്ട്രൈറ്റ് ആണ്, എൻ്റെ ബോഡി സ്ട്രൈറ്റ് ആണ്. പക്ഷേ ഈജിപ്തിൽ മിക്സ്ഡ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിലാണ് ഇത് വരച്ചിരുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ആളുകളുടെ കാലുകൾ പലപ്പോഴും സൈഡ് വ്യൂവിലാണ് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെ ആൾക്കാരുടെ കണ്ണും ഷോൾഡേഴ്സും ഫ്രണ്ട് വ്യൂവിലും, ആൾക്കാരുടെ ഫേസും വേസ്റ്റും സൈഡ് വ്യൂവിലുമാണ് കാണിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വരയ്ക്കുമ്പോൾ ഈ ഒരു മിക്സ്ഡ് പേഴ്സ്പെക്റ്റീവ് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തു വന്നിരുന്നത്. ഇത് പെട്ടെന്ന് ഒരു ചിത്രം കാണുമ്പോൾ പെട്ടെന്ന് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടാണ് അവർ അങ്ങനെ ചെയ്തിരുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കാല് വരയ്ക്കുന്ന സമയത്ത് നമ്മുടെ കാല് സ്ട്രൈറ്റ് ആയിട്ട് നോക്കി കാണുന്ന ഒരു വ്യൂ പോയിന്റിൽ വരയ്ക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. അത് സിമ്പിളായിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി അത് സിമ്പിളാക്കി സൈഡ് വ്യൂവിൽ വരച്ചു. അപ്പോൾ നമുക്ക് കാണുന്ന ആൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അത് കാലാണെന്ന്. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ഹ്യൂമൻ ഫിഗർ സ്റ്റഡിയിൽ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ഈജിപ്ഷ്യൻ ആർട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതിൻ്റെ ഫ്ലാറ്റ്നെസ് എന്ന് പറയുന്നത്. അവരുടെ ആർട്ട് വർക്കിൻ്റെ ഒരു 3D എഫക്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, ലൈറ്റ് ആൻഡ് ഷാഡോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ഫ്ലാറ്റ് ആയിട്ടാണ് കാര്യങ്ങൾ അവർ റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. നമ്മൾ നോർമലി ഒരു ലാൻഡ്സ്കേപ്പ് ഒക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഹൊറിസോൺ അല്ലെങ്കിൽ ഒരു വാനിഷിംഗ് പോയിന്റ് ഒക്കെ വരയ്ക്കാറുണ്ട്. നോർമലി ഇപ്പോൾ നമ്മളൊരു കടൽ തീരമൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ലൈൻ, കടൽ തീരത്തിൻ്റെ അറ്റം കാണിക്കാനായിട്ട് ഒരു ലൈനൊക്കെ വരയ്ക്കാറുണ്ട്. ഈജിപ്ഷ്യൻ ആർട്ടിൽ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ല. അതിന് വരെ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ്, നമ്മൾ കോമിക് ബുക്കിലൊക്കെ നമ്മൾ കോളമൊക്കെ വരയ്ക്കുമല്ലോ, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് അവർ വരച്ചിരുന്നു. ഈ ലൈൻസിൻ്റെ രജിസ്റ്റേഴ്സ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആർട്ട് വർക്കിലുള്ള സബ്ജക്റ്റുകളെ ഓർഡർ ആക്കാനായിട്ടാണ് രജിസ്റ്റേഴ്സ് യൂസ് ചെയ്തിരുന്നത്.
ആർട്ട് വർക്കിലുള്ള ഓരോ സീൻസിനെയും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഈ രജിസ്റ്റേഴ്സ് അവർ യൂസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഡെപ്ത് കാണിക്കാനായിട്ട് അവർ യൂസ് ചെയ്തിരുന്ന ഒരു മെത്തേഡായിരുന്നു ഓവർലാപ്പിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് രണ്ട് ഒബ്ജക്റ്റാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതിങ്ങനെ തന്നെ വരച്ചാൽ ചിത്രം കാണുന്ന ഒരാൾക്ക് ഇത് എത്ര ദൂരത്തിലാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതിനുപകരം ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണത്തിൻ്റെ മുകളിൽ മറ്റേത് വരച്ചു കഴിഞ്ഞാൽ കാണുന്ന ആൾക്ക് മനസ്സിലാവും ഏറ്റവും ടോപ്പിലുള്ളത് ഈ ഒരു ഒബ്ജക്റ്റാണ്, അതിൻ്റെ ബാക്കിലായിട്ടാണ് അടുത്ത ഒബ്ജക്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അവർ ഒബ്ജക്റ്റുകൾ ഓവർലാപ്പ് ചെയ്തിട്ട് വരച്ചിരുന്നു. നേരത്തെ പറഞ്ഞ രജിസ്റ്റേഴ്സ് അത് ചില സിറ്റുവേഷൻസിൽ അവർ കൂടുതലും ഒഴിവാക്കിയിരുന്നു. കൂടുതലും ബാറ്റിൽസ് അല്ലെങ്കിൽ ഹണ്ടിങ് പോലത്തുള്ള സീനുകൾ വരയ്ക്കുന്ന സമയത്ത്, ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന സീനുകൾ വരയ്ക്കുന്ന സമയത്ത് അവർ പാരലൽ രജിസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞത് 2D ആർട്ട് വർക്ക്സിനെ കുറിച്ചിട്ടാണ്, പെയിൻറ്റിങ്ങുകളെ കുറിച്ചിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് 3D ആർട്ട് വർക്കുകളെ കുറിച്ച് നോക്കാം. സ്കൾപ്ചേഴ്സ്, പോട്ടറി, അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ പോലുള്ള 3D ആർട്ട് വർക്കുകൾ അവർ വലിയ സ്കെയിലാണ് ചെയ്തു പോന്നിരുന്നത്. ഒരു എക്സാമ്പിൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒബ്ലിസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഇത് വളരെ ടോളായിട്ടുള്ള 4 സൈഡഡ് ആയിട്ടുള്ള ഒരു മോണ്യുമെൻ്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഏറ്റവും ടോപ്പിൽ പിരമിഡ് പോലുള്ളൊരു എൻഡിങ് ആണ്, അതായത് ഷാർപ്പായിട്ടുള്ള ഒരു എൻഡിങ് ആണ് അവർ കൊടുത്തിരുന്നത്. ഒബ്ലിസ്ക് ഓഫ് ഹാറ്റ്ഷെപ്സൂട്ട് ആണ്. ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സിംഗിൾ പീസ് ഓഫ് പിങ്ക് ഗ്രാനൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അതുകൂടാതെ ടെമ്പിൾ ഓഫ് ഹാറ്റ്ഷെപ്സൂട്ട് എന്ന കൺസ്ട്രക്ഷനിലും ലോങ് ആയിട്ടുള്ള കോളംസ് അവർ യൂസ് ചെയ്തിരുന്നു. ഇത് പിന്നീട് ഗ്രീക്ക് ആൻഡ് റോമൻ കൾച്ചർ ഇവിടെ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് അവരും കോളംസ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അടുത്തതായിട്ട് ദ ഗ്രേറ്റ് സ്ഫിങ്സ് ഓഫ് ഗിസ. ഈജിപ്ഷ്യൻ കൾച്ചറിൽ ഏറ്റവും വെൽ നോൺ ആയിട്ടുള്ള പീസാണ് ദ ഗ്രേറ്റ് സ്ഫിങ്സ് ഓഫ് ഗിസ എന്ന് പറയുന്നത്. ഇത് വളരെ മാസീവ് ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനാണ്. ഒരു സിംഹത്തിൻ്റെ ബോഡിയിൽ ഹ്യൂമൻ ഹെഡിനെ കണക്ട് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ നോസ് എപ്പോഴും തകർന്നു പോയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബോഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ലോങ് ആയിട്ടുള്ള ലൈം സ്റ്റോൺസ് വെച്ചിട്ടാണ്. ഇത് കൂടാതെ സ്കൾപ്ചറിങ്ങിലേക്ക് വരികയാണെങ്കിൽ അനിമൽസിൻ്റെ സ്കൾപ്ചേഴ്സ് അവർ കൂടുതലും യൂസ് ചെയ്തിരുന്നു. നിങ്ങൾക്കറിയാമായിരിക്കും, പൂച്ചയുടെ ഒക്കെ രൂപങ്ങൾ അവർ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈജിപ്തിലെ ആൾക്കാർ മരിക്കുന്ന സമയത്ത് അവർ മൃഗങ്ങളുമായിട്ട് പുനർജനിക്കും എന്നൊക്കെ കൺസെപ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ ഇതുപോലെ സ്കൾപ്ചേഴ്സ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നത്. അതുകൂടാതെ ഈജിപ്തിൽ ഒരുപാട് ഗോഡുകൾ മൃഗങ്ങളുമായിട്ട് സാദൃശ്യമുള്ള അല്ലെങ്കിൽ മൃഗങ്ങളുമായിട്ട് ബന്ധമുള്ള ദൈവങ്ങളായിരുന്നു. പെയിൻറ്റിങ്ങുകളും പ്രോപ്പർ സ്കൾപ്ചേഴ്സും കൂടാതെ റിലീഫ് സ്കൾപ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടി ഈജിപ്തുകാർ ചെയ്തിരുന്നു. റിലീഫ് സ്കൾപ്ചേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുവരിൽ ചെറിയ ഉയർച്ചയും താഴ്ചയൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന രൂപങ്ങളെയാണ് റിലീഫ് സ്കൾപ്ചേഴ്സ് എന്ന് പറയുന്നത്. ചുവരിലൊക്കെ ചെയ്യപ്പെടുന്ന ആർട്ട് വർക്കിന് ചെറിയൊരു 3 ഡയമെൻഷണൽ ഫീൽ കൊടുക്കാനായിട്ട് ഇതുപോലുള്ള റിലീഫ് സ്കൾപ്ചേഴ്സ് ഹെൽപ്പ് ചെയ്തിരുന്നു. ഈജിപ്തിൻ്റെ ആർട്ടിൻ്റെ ഹിസ്റ്ററിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒഴിവാക്കാനാകാത്ത ഒരു പീരീഡാണ് അമർന പീരീഡ് എന്ന് പറയുന്നത്. ഈജിപ്ഷ്യൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടിയ ഒരു കാലഘട്ടവും ഇതായിരുന്നു. ഏകദേശം 1346 BC മുതൽ 1336 BC വരെ നിലനിന്നിരുന്നൊരു കാലഘട്ടമായിരുന്നു അമർന പീരീഡ് എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി ഒരു റെവല്യൂഷൻ ആയിരുന്നു. ഈ ഒരു പീരീഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈജിപ്തിൻ്റെ ഫറവോസിൻ്റെ കുറച്ച് ചരിത്രം കൂടി പറയേണ്ടി വരും. അമൻഹോറ്റെപ് IV എന്നറിയപ്പെടുന്ന ഒരു ഫറവോ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം അഹ്നാറ്റൻ എന്ന പേരിലേക്ക് നാമകരണം ചെയ്യപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വൈഫ് നെഫർട്ടിറ്റിയുമായിരുന്നു അക്കാലത്ത് രാജ്യം ഭരിച്ചിരുന്നത്. ലോകത്തിലെ ആദ്യത്തെ മൊണോതിയസ്റ്റിക് അഥവാ ഏകദൈവ സങ്കല്പമായി ചില ചരിത്രകാരന്മാർ ഇതിനെ കണക്കാക്കുന്നുണ്ട്. അതായത് ഈജിപ്തിൽ ഒരുപാട് ദൈവങ്ങൾ ആരാധിച്ചു പോന്നിരുന്നു. പക്ഷേ അമൻഹോറ്റെപ് IV എന്ന് പറയുന്ന രാജാവ് രാജ്യം ഭരിച്ചിരുന്ന സമയത്ത് ഈ ദൈവങ്ങളെല്ലാം ഒന്നാക്കി ഒറ്റ ദൈവസങ്കല്പത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിലെ സെൻറ്റർ പോയിൻ്റ് എന്ന് പറയുന്നത് സൺ ഗോഡ് ഏത്തൻ ആണ്. ഒരു ലാർജ് ആയിട്ടുള്ള സോളാർ ഡിസ്ക്, അതിൽ നിന്നും എമിറ്റിംഗ് റേസ് വരുന്ന പോലെയാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. കൂടാതെ ബാക്കിയുള്ള ദൈവങ്ങളുടെ ടെമ്പിൾസ് എല്ലാം അവർ ഉപേക്ഷിച്ചു. ഇതിനെതിരെ ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി. എന്നിരുന്നാൽ കൂടി ദ സൺ ഗോഡ് ഏത്തനെ സുപ്രീം ഗോഡായിട്ട് അന്നത്തെ ഫറവോ അഖ്നാറ്റൻ ഡിക്ലെയർ ചെയ്തു. അതുകൂടാതെ അവരുടെ കിങ്ഡം തേബീസ് എന്ന സ്ഥലത്തു നിന്നും ഫറവോൻ്റെ പേര് തന്നെയുള്ള അഖ്നാറ്റൻ എന്ന പുതിയ സ്ഥലത്തേക്ക് മാറി. ഈ ഒരു കാലയളവിൻ്റെ അകത്താണ് ആ ഒരു റെവല്യൂഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ റെവല്യൂഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ടൈമിലുള്ള റെവല്യൂഷനാണ്. സോ ഈ ഒരു സമയത്ത് ആർട്ടിൻ്റെ എല്ലാ കൺസെപ്റ്റും ബ്രോക്കണായി. ഇതിനു മുൻപ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈജിപ്തിലെ ആർട്ട് വർക്കുകൾ ഫറവോ ആയിരുന്നു ഏറ്റവും ബിഗ്ഗായിട്ട് റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. ബാക്കിയുള്ള ആൾക്കാരും ചെറുതായിട്ട് സൈസ് കുറവുള്ള ഫിഗേഴ്സായിട്ടായിരുന്നു റെപ്രസെൻ്റ് ചെയ്തിരുന്നത്. പക്ഷേ ഈ ഒരു റെവല്യൂഷൻ്റെ സമയത്ത് ഫറവോസിനെ, രാജാക്കന്മാരാണെങ്കിൽ കൂടി അവരെ നോർമൽ ആളുകളെ പോലെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരു ചിത്രം കാണാനായിട്ട് സാധിക്കും. ഇതിൽ അമൻഹോറ്റെപ് IV, അതായത് നേരത്തെ പറഞ്ഞ അഖ്നാറ്റൻ എന്ന ഫറവോൻ്റെ ചിത്രമാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിട്ട് ഇരിക്കുന്നൊരു ചിത്രമാണ്.
കൂടാതെ ക്യൂൻ, അതായത് അദ്ദേഹത്തിൻ്റെ വൈഫ് അടുത്തിരിക്കുന്നുണ്ട്. ബാക്കി കുട്ടികൾ വൈഫായിട്ട് കളിക്കുകയാണ്. അപ്പോൾ ഇതൊരു നോർമൽ ഫാമിലി സീനാണ്. ഇതിനു മുൻപുള്ള കാലഘട്ടത്തിലൊന്നും ഇതുപോലൊരു നോർമലായിട്ടുള്ള സീൻ നമ്മുടെ ആർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിരുന്നില്ല ഈജിപ്തിൽ. സോ ഈ ഒരു കാലഘട്ടത്തിലാണ് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഈജിപ്തുകാർ സ്റ്റാർട്ട് ചെയ്തത്. അതുകൂടാതെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ ഫീച്ചേഴ്സ് കുറച്ചും കൂടി എക്സാജറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അഹ്നാറ്റിനെ നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നാരോ ഷോൾഡറും ബിഗ് ബെല്ലിയും ഒക്കെ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. ഇതിൽ ക്യൂൻ നെഫർട്ടിറ്റി, അഹ്നാറ്റിൻ്റെ വൈഫ് ക്യൂൻ നെഫർട്ടിറ്റിനെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ക്യൂൻ നെഫർട്ടിറ്റിയുടെ ഒരുപാട് സ്റ്റാച്യൂസൊക്കെ ആ കാലഘട്ടത്ത് ഈജിപ്തിൽ ചെയ്തിരുന്നു. എക്സാജറേറ്റഡ് റിയലിസത്തിലേക്ക് ഈജിപ്ഷ്യൻ ആർട്ട് പിന്നീട് മാറി വന്നു. മുൻപ് ഫ്ലാറ്റ് ആയിട്ടുള്ള ഫിഗേഴ്സ്, അതും ഹൈറാർക്കി അനുസരിച്ചിട്ട് ഫറവോനെ വലുതാക്കിയും ബാക്കിയുള്ള ആൾക്കാർ ചെറുതാക്കിയും കളർ ഡിഫറൻസ് ഒക്കെ വരുത്തി ചെയ്തിരുന്ന ആർട്ട് വർക്കുകൾ പിന്നീട് എക്സാജറേറ്റഡ് റിയലിസം, അതായത് ഒരു ചിത്രം റിയലിസ്റ്റിക് ആയിട്ട് വരച്ച് ആളുടെ ഫീച്ചേഴ്സിനെ എക്സാജറേറ്റ് ചെയ്ത് വരയ്ക്കുന്ന ഒരു രീതിയിലേക്ക് ഈജിപ്ഷ്യൻ ആർട്ട് മാറി. ഇത് കൂടുതലും സ്റ്റൈലൈസ്ഡും കൂടുതൽ ഡീറ്റെയിൽഡുമായിട്ടുള്ള ആർട്ട് വർക്കുകളിലേക്ക് ഈജിപ്ഷ്യൻ ജനതയെ കൊണ്ടുവന്നെത്തിച്ചു. തുത്തൻഖാമുൻ. ഈജിപ്തിൻ്റെ ചരിത്രം പറയുന്ന സമയത്ത് എടുത്തു പറയേണ്ട ഒരു പേര് തന്നെയാണ് തുത്തൻഖാമുൻ. ഈജിപ്ത് ഭരിച്ചിരുന്ന 18ാം രാജവംശത്തിലെ അവസാനത്തെ ഫറവോ ആണ് തുത്തൻഖാമുൻ. നേരത്തെ പറഞ്ഞ അഹ്നാറ്റൻ്റെ മകനാണ് തുത്തൻഖാമുൻ. തുത്തൻഖാറ്റൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇട്ടുകൊടുത്ത പേര്. അതായത് ഏറ്റൻ എന്ന ഒറ്റ ദൈവത്തെയായിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ആരാധിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മകന് അങ്ങനെ ഒരു പേരിട്ട് കൊടുത്തു. പക്ഷേ പിന്നീട് അദ്ദേഹത്തിൻ്റെ പേര് മാറി തുത്തൻഖാമുൻ എന്ന് വിളിക്കപ്പെട്ടു. ദ ലിവിങ് ഇമേജ് ഓഫ് ഗോഡ് ആമുൻ എന്നാണ് ഈ പേരിൻ്റെ അർത്ഥം. ഈജിപ്തിലെ ഏറ്റവും വലിയ ദൈവമായിരുന്ന ആമുൻ എന്ന നെയ്മാണ് തുത്തൻഖാമുൻ ഇട്ട് കൊടുത്തിരുന്നത്. 9ാമത്തെ വയസ്സിൽ രാജ്യഭരണം ഏറ്റെടുത്ത തുത്തൻഖാമുൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പാത പിന്തുടരാതെ ഏകദൈവ സങ്കല്പത്തിൽ നിന്നും മാറി ബഹുദൈവ സങ്കല്പത്തിലേക്ക് വീണ്ടും ഈജിപ്ഷ്യൻ ജനതയെ നയിച്ചു. അന്ന് തകർക്കപ്പെട്ട ടെമ്പിളുകൾ വീണ്ടും പുതുക്കിപ്പണിയാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. വളരെ ചെറുപ്പത്തിൽ അധികാരം ഏറ്റെടുത്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പടത്തലവനായ വിസിയർ ആയിയാണ് രാജ്യഭരണം കൂടുതൽ നിയന്ത്രിച്ചിരുന്നത്. തുത്തൻഖാമുൻ 19ാമത്തെ വയസ്സിൽ പെട്ടെന്ന് ദുരൂഹമായി മരണപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ വിസിയർ ആയി തനിക്ക് വേണ്ടി പണി കഴിപ്പിച്ച കല്ലറയിൽ തുത്തൻഖാമുനെ അടക്കാനായിട്ട് തീരുമാനിച്ചു. അന്ന് ഈജിപ്തിൽ നോർമലി ഫറവോസൊക്കെ ജീവിച്ചിരുന്ന ടൈമിൽ തന്നെ അവർക്ക് വേണ്ടിയുള്ള കല്ലറകൾ ഒരുക്കുമായിരുന്നു. പക്ഷേ തുത്തൻഖാമുൻ പെട്ടെന്ന് മരിച്ചതുകൊണ്ട് തന്നെ വിസിയർ ആയുടെ കല്ലറയിലാണ് തുത്തൻഖാമുൻ അടക്കാനായിട്ട് തീരുമാനിച്ചിരുന്നത്. പെട്ടെന്നുണ്ടായൊരു സംഭവമായതുകൊണ്ട് വളരെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്കന്ന് സാധിച്ചില്ല. കല്ലറയിലെ ഭിത്തിയിൽ ചായം പൂശിയത് വരെ വളരെ അലക്ഷ്യമായിട്ടായിരുന്നു. കല്ലറയിൽ അടക്കപ്പെട്ട തുത്തൻഖാമുൻ്റെ ഗോൾഡൻ മാസ്ക് വളരെ പ്രസിദ്ധമാണ്. ഇപ്പോഴും തുത്തൻഖാമുൻ്റെ മരണം ഒരു ദുരൂഹതയായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഈജിപ്ഷ്യൻ ആർട്ടിനെ കുറിച്ച് ചുരുക്കി പറയുകയാണെങ്കിൽ അത് നോർമലി ജീവിച്ച ആൾക്കാർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആർട്ട് വർക്ക് ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നോർമൽ ആളുകളുടെ വ്യൂവിൽ നിന്നും കുറച്ച് മാറ്റിയിട്ടാണ് അവരുടെ ആർട്ട് വർക്കുകൾ സ്ഥാപിച്ചിരുന്നത്. അത് കൂടുതലും ശവകുടീരങ്ങളും ഈ പറഞ്ഞ പിരമിഡ്സിൻ്റെ അകത്തൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജീവിച്ചിരുന്ന ആൾക്കാർക്ക് വേണ്ടിയല്ല, ജീവിച്ച് മരിച്ച അവരുടെ ആഫ്റ്റർ ലൈഫിന് വേണ്ടിയിട്ടാണ് അന്നത്തെ കാലഘട്ടത്തിൽ ആർട്ട് വർക്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിൽ നിന്നും ഇന്നത്തെ കാലഘട്ടത്തിൽ കുറച്ച് കളക്ഷൻസ് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ഇനിയും കാണാതെ കിടക്കുന്ന ഒരുപാട് രഹസ്യങ്ങൾ ഈജിപ്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഹിസ്റ്ററി ഓഫ് ആർട്ടിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ.